ഹലോ എവരിവൺ, മാംഗ്ലൂർ ഡേയ്സിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ദിവസം രാവിലെ നമ്മുടെ മംഗലാപുരത്തെ സൂര്യൻ ഒരു 5:45, 6 മണി, 6:30 ആ ഒരു സമയപ്പത്തേനും പൊങ്ങിട്ടോ. ഞാനൊരു 6:45 കഴിഞ്ഞപ്പോഴാണ് എണീക്കുന്നത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ ഇവിടെ നിന്ന് ന്യൂസ് കാണുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് മാത്രമേ എൻ്റെ ഡാഡിജി കേൾക്കുള്ളൂ, വേറെ നിങ്ങളുടെല്ല റിമോട്ട് വർക്കിംഗ് അല്ല. ഞങ്ങൾ എന്നിട്ട് രാവിലെ പെട്ടെന്ന് നേരത്തെ എനിക്ക് 10:30 എക്സാം കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി, കാരണം ഞങ്ങൾക്ക് കോളേജ് കണ്ടുപിടിക്കണമായിരുന്നു. ബേസൻസ് വിമൻസ് കോളേജ് മംഗലാപുരമാണ് എനിക്ക് സെൻറ്റർ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. താഴെ ഒരു ഹോട്ടലിൽ തന്നെ ഒരു ഫുഡ് ഉണ്ടായിരുന്നു രാവിലെ, നല്ല ഫുഡ്. ഞാനും അമ്മയും ആദ്യം ഈ വെജിറ്റബിൾ മുട്ട, നമ്മുടെ ഗീ റോസ്റ്റ് മസാല, നമ്മുടെ മസാല ദോശ ഓർഡർ ചെയ്തു. അച്ചാച്ചൻ ഇഡ്ഡലി വട സാമ്പാർ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുലാവ് കൂടെ വാങ്ങിച്ചു. പുലാവൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇഡ്ഡലി വട സാമ്പാറാണെങ്കിലും അവരുടെ പ്രത്യേകതര സാമ്പാറാണ്, നമ്മുടെ പോലത്തെ അല്ല, എന്തൊക്കെയോ ലേശം കൂടുതലുണ്ട്. പക്ഷെ നല്ലതായിരുന്നു. വടയാണെങ്കിൽ ഇങ്ങനെ മുരമുരാന്നിരിക്കുന്ന വടയായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ പുലാവാണ് കേട്ടോ, അവിടുത്തെ പുലാവ്. അപ്പം പുലാവ് ഞാൻ പുറത്തുനിന്ന് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇത് നമ്മുടെ ഈ സാലഡൊക്കെ വെച്ചിട്ട് ഞാനിവിടെ മസാല ദോശ വയ്ക്കും. ഞാൻ ഈ പല്ലൊക്കെ പെട്ടിരിക്കുന്നതുകൊണ്ട് ഈ സാധനം നല്ല മുരിഞ്ഞ് ഇതിൻ്റെ ഈ മാവിരിക്കുന്നത്. അപ്പം ഇടയ്ക്ക് കൊണ്ട് കയറുമെന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ പേടി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനും അപ്പനോട് സ്വിച്ച് ചെയ്തു. ഞാൻ പുലാവും കഴിച്ചു, അപ്പൻ എൻ്റെ ദോശയും ഇതുകൂടെ കഴിച്ചു. അവരുടെ പ്രത്യേകതര സാമ്പാർ. ഏറ്റവും വലിയ പ്രത്യേകത അറിയോ, നമ്മൾ എന്തിൻ്റെ കൂടെ ഈ ചട്നി കിട്ടുന്ന പോലെ അവിടെയും എല്ലാത്തിനും ചപ്പി, പൊറോട്ടയ്ക്ക് വരെ ചട്നി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ കോളേജിലോട്ട് പോയി, പിന്നെ എക്സാം എഴുതി, പിന്നെ അവിടെ വീഡിയോ ഒന്നും എടുത്തില്ല. ചേച്ചി വന്നതാണ് കേട്ടോ. അന്നൊരു നൈറ്റ് സ്റ്റേക്ക് വേണ്ടിയിട്ട് ചേച്ചി വന്നു. ചേച്ചി ഇവിടെ AJ കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ഞങ്ങളുടെ റൂമിലോട്ട് വരുമായിരുന്നു. ഇത് ചേച്ചി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതാണ്. ഞാൻ ആ സമയത്ത് സെക്കൻഡ് ആഫ്റ്റർനൂൺ സെഷന് വേണ്ടിയിട്ട്, എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പോയി. ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മാത്സും ബയോളജി ആയിരുന്നു. ബയോളജി രാവിലെ, മാത്സ് ആഫ്റ്റർനൂണായിരുന്നു. ഇത് പിന്നെ ഞാൻ എക്സാം ആഫ്റ്റർനൂൺ സെഷനും കഴിഞ്ഞിട്ട് റൂമിൽ ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ട് കിടക്കുന്നതാണ്. ചേച്ചി അവിടെ നല്ല ഉറക്കം, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ചേച്ചി നല്ല ഉറക്കമായിരുന്നു. അതിനെ ഞങ്ങൾ കുത്തിപ്പൊക്കി. എന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാനായിട്ടുള്ള കഷ്ടപ്പാടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ തിരിച്ചെല്ലാം വന്നിട്ട് രാത്രി ഒരു 7:30 ആ ഒരു സമയമായപ്പോഴത്തേനും ഞങ്ങൾ ആ തൊട്ടടുത്തുള്ള ഭൂമി റെസിഡൻസിയുടെ തന്നെ തൊട്ടടുത്തുള്ള ഒരു മോളാണ്, ചെറിയൊരു മോളാണ്, ഈ ഭാരത് മോൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ച് മെയിൻ സിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ സിറ്റി സെൻട്രൽ മാള്, അതുപോലെ തന്നെ ഈ ഫോറം മാള്, അങ്ങനത്തെ കുറേ മാളുകളും അവിടെ ഉണ്ട്. ഇത് ചെറിയൊരു മോളാണ്. അപ്പം ഞങ്ങൾ അവിടുത്തെ വീഡിയോയിലെടുത്ത് അവർ ഫ്രണ്ടിലേക്ക് പതുക്കെ നടന്നു പോയി. ഞാനവിടെ ചുറ്റിക്കറങ്ങി വീഡിയോ എടുക്കുകയാണ്. പിന്നെ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് ജസ്റ്റ് സിസ്റ്റർ തിങ്സ്, അതായത് ജസ്റ്റ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേളിലേക്ക് കയറുകയാണ്. അതായത് എസ്കലേറ്റർ വഴി മേളിലത്തെ ഫ്ലോറിലോട്ട് കയറി. അവിടെ ട്രെൻഡ്സൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ സാധാരണ എല്ലാ ജനങ്ങളും ചെയ്യുന്ന പോലെ കയറുന്നു, കാണുന്നു, എന്നിട്ട് വെറുതെ 2-3 ടോപ്പ് എടുക്കുന്നു, ജസ്റ്റ് വെച്ച് നോക്കുന്നു, അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിന് മുന്നേ ഞങ്ങൾ ഡെക്കാത്തോണിൽ പോയി കേട്ടോ. അവിടെ കയറിയിട്ട് കാര്യമൊന്നും എടുത്തിട്ട് ഡെക്കാത്തോണിൽ പോയി കാര്യമൊന്നുമില്ല. കാരണം ഈ സ്വിം സ്യൂട്ട്, അങ്ങനത്തെ ഈ സ്പോർട്സ് പരമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. ഈ ബാഡ്മിൻ്റൻ്റെ ആണെങ്കിലും ഈ ടെന്നീസിൻ്റെ ആണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും, ബാസ്കറ്റ് ബോൾ, അത് ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ യോഗയുടെ ഉണ്ട്. പിന്നെ അങ്ങനത്തെ ഈ സ്വിം സ്യൂട്ട്സ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ കറക്കിയെടുത്താണ്. ഇതാണ് നമ്മുടെ ട്രെൻഡ്സിൽ നമ്മൾ കയറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കയറുന്നു, നമ്മൾ ജസ്റ്റ് എല്ലാം നോക്കുന്നു. അത്യാവശ്യം ലൈറ്റിങ്ങിൽ തന്നെ എല്ലാ ഡ്രസ്സും നല്ലപോലെ മിന്നി തിളങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ കളക്ഷൻസ് അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഞാനങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു, നല്ല ഉണ്ട്. അപ്പോൾ ഒരു കണ്ണാടി കാണുമ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തില്ലെങ്കിൽ എങ്ങനെയുണ്ട് ഗൈസ്. അപ്പം നമ്മളൊരു വീഡിയോ എടുത്തു. ചേച്ചി പൂർന്നു പോയിരിക്കുന്നു ഗൈസ്. അത് എന്താണ് ചെയ്തത് എനിക്ക് മനസ്സിലായില്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കിയത്. പിന്നെ ഞങ്ങൾ ഏറ്റവും ഫസ്റ്റ് ഫ്ലോറിലുള്ള ഞങ്ങൾ പിസ്സ ഹട്ടിൽ കയറിയിട്ട് ഞങ്ങൾ ചിക്കൻ പെപ്പറോണി പിസ്സ ഓർഡർ ചെയ്തു. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ വരുന്നതായിരുന്നു ബ്രെഡ് സ്റ്റിക്സും, അതുപോലെ തന്നെ ഇതും നമുക്ക് ഡ്രിങ്ക്സും വരും. നമ്മൾ സ്പ്രൈറ്റാണ് വെച്ചത്. അതാണ് അതിൻ്റെ ബില്ല്. 815 രൂപയായി. പാവൻ്റെ അപ്പൻ ഇരുന്ന് മൂങ്ങുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പൈസ പോയിരിക്കുന്ന പൈസ, കാരണം വലിയ ടേസ്റ്റുള്ളതായിട്ടൊന്നും ഇങ്ങനെ തോന്നിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കഴിപ്പും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് നേരെ റൂമിൽ ചെന്നു. അത് കഴിഞ്ഞിട്ട് കിടന്നു. കാരണം പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു കെൽപ്പില്ലായിരുന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നേരെ ഞങ്ങളെല്ലാം കൂടെ ഒറ്റ റൂമിൽ ഒറ്റ ബെഡിൽ ഇങ്ങനെ ഞെരുങ്ങി കൂടി കിടന്നു. അങ്ങനെ അത്രയാണ് നമ്മുടെ മാംഗ്ലൂർ ഡേയ്സിൻ്റെ ആദ്യത്തെ 2 ദിവസം. ഇനിയും ഇതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കാണാം. ഓക്കെ.